പേടിച്ചിട്ട് എൻ്റെ അമ്മ വെച്ചിട്ട് ഈടേൻ്റെ സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എൻ്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ വെച്ചിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്ക് അത്രത്തോളം പണം വരാത്തോണ്ടല്ല, ഇവർ രണ്ടാളും അഭിനയിക്കാൻ റെഡിയാണ്. ഒന്നും വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അത് എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടുണ്ട്, ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛന് എന്റെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? സ്ക്രിപ്റ്റ് എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ ഇത്ര ധൈര്യമുള്ള ഒരു എന്നെ നോക്കി ഇതായിക്കോട്ടോ. അതിന്റെ ഇരുത്തം നന്നായിരിക്കും. ഇരുന്നിട്ട് ഐജി ആയിരിക്കും, സ്ഥലത്തിരുന്ന് ഐജി. ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല, അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നമ്മളെ സ്വാധീനിച്ചോ? ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി 7:30 മനുഷ്യൻ പാവം. ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബത്തിന്, പക്ഷെ ദിലീപേട്ടൻ്റെ ഒരു ആവറേജ് സിനിമ പോലും ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടൻ്റെ പടം ഹിറ്റാണ്. ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വീണു പോകും. ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടമാവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇതിലൊരു കാര്യമില്ല, നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മളിത് നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ടൊരു ഇതുപോലൊരു സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പൊ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അപ്പോ ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ വെച്ചത്. അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചി ഒരു ധൈര്യം. കഴിഞ്ഞ ദിവസം ആരും ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ, നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പോൾ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ അബോവ് ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് അബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന സിനിമ അഭിപ്രായം വരുന്ന വലിയ കാര്യമാണ്. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും
ഒരാൾ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്താ ചേച്ചി പോയി. നമസ്കാരം. ഇന്ദ്രനീൽ പറഞ്ഞതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എനിക്കൊന്ന് ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഒക്യുപ്പൻസിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് പേര് കണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ മെസ്സേജ് അയച്ചതിലൊക്കെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പം അഞ്ചെണ്ണം പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു വാച്ചബിൾ എന്നുള്ള ലെവലിലെങ്കിലും എല്ലാവരും മിനിമം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ കണ്ടവർ അവിടുത്തെ ഷോസ് ഹൗസ്ഫുള്ളായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ കണ്ട് ഇവിടെയുള്ളൊരു വേർഡ് ഓഫ് മൗത്ത് ആണല്ലോ പൊതുവെ അങ്ങോട്ട് സ്പ്രെഡായി അവിടെ ഫുൾ ആവാൻ സഹായിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ നല്ലൊരു അഭിപ്രായമുണ്ട്. സോ ഹാപ്പി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്താ പറയുക, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സോഫിയ മാമിൻ്റെ ധൈര്യത്തെക്കുറിച്ച്, അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. നല്ല ബുക്കിങ്സൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാൻ എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രനാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ ഒരു റിവ്യൂസും ഫീഡ്ബാക്സൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റായിരുന്നു. 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ എന്നെ ഡ്രൈവ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന് ഓഫ് കോഴ്സ് വീക്കെൻഡിൻ്റെ പടമായതുകൊണ്ട്. സെക്കൻഡ്, എനിക്ക് ഇന്ദ്രനീൽ ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗണ്ട്സ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു. അവർ ഈ കുറച്ച് റെട്രോ സിന്ത്. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അവസാനമായിട്ട് ഫയൽസ് ഡെലിവർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിന് എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും ആരോപണം നേരിട്ടിട്ടുണ്ട്. മധുരം നിറഞ്ഞ പ്രതികാരവും പകരം വീട്ടിലും കണക്ക് തീർക്കലുമാണ് ഈ ചിത്രത്തിൽ. അങ്ങനെയൊന്നും നാക്കണ്ട. കഴിഞ്ഞ ചോദ്യം തെറ്റിദ്ധരിച്ചു. അല്ല അങ്ങനെയൊന്നും അല്ല, അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇതിപ്പം വെറുതെ നിങ്ങൾ തീരുമാനം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോൾ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പോൾ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണല്ലോ. അപ്പോൾ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടയ്ക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒന്നിലും ഓടിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഇവിടെ പങ്കിടുന്നു മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം. മുൻകൂർ ഓടും. അല്ല ചുമ്മാ അല്ല അങ്ങനെയല്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പം അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പോൾ എന്തായാലും സന്തോഷം, അത്രേ ഉള്ളൂ. ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെ കില്ലിന് വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കില്ലിന് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിബുവായിട്ടോ അല്ലെങ്കിൽ റോഷാക്കായിട്ട് അങ്ങനെ കണക്ഷനൊന്നും ഇല്ല.
ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ചാക്കിൻ്റെ ഒരു കഷ്ണം. സോ അത് കില്ലിന് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ആദ്യം നമ്മൾ സീനിയർ ആക്ടറിനൊക്കെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റിൽ കുറേ ചേഞ്ചസ് വരുത്തിയപ്പോൾ ധ്യാൻ ചേട്ടന് ടീലർ മെയ്ഡായിട്ട് തോന്നി. ധ്യാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു. കിടപിടിക്കുക അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജിച്ചേട്ടനാണ്. എന്താ ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജിച്ചേട്ടനാണ്. അല്ല അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജിച്ചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിനു വേണ്ടിയിട്ട് സിജിച്ചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിജിച്ചേട്ടനാണ് ഇവിടുത്തെ നായകൻ. രണ്ട് എക്സ്പീരിയൻസ് ആണ്. അതെ, ഇന്റർവ്യൂ വേറാണ്, സിനിമ വേറാണ്. സിനിമയിലെ കഥാപാത്രമല്ല. ഇപ്പോൾ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂവിലെ തമാശകൾ സിനിമയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഇസ് ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഇസ് ഡിഫറെന്റ്. അപ്പോൾ അവിടെ വന്നിരുന്ന കാരണം ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയി കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് 1-2 പേരിൽ പറയുന്നത് കേട്ടു ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി. അത്ര അല്ല, എന്നെ വെച്ച് ചെയ്യുന്നവർക്ക് ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പൊ അവരോട് ചോദിക്കണം, എനിക്ക് എല്ലാ റോളും ഒരുപോലെ ഇല്ലേ? എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ധ്യാൻ അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ ഒരു കഥ വരുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവർ സ്ലിം ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനോട് നിൽക്കുക. അപ്പൊ അവരുടെ ഈ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ നിയോഗിച്ച അവർ പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ആണ് പേഴ്സണലിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇനി വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവാക്ഷനൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസും. ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പം പടം ഓടുക, ആത്യന്തികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. അക്കാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോൾ, നല്ല കഥകൾ വരുമ്പോൾ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പം
അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുന്നത് ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് താഴെത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വപ്നപരം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ബാനറിൽ ഒരു സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു, അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത്, ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട്, അപ്പോൾ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് കാണാൻ സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ അതിനുവേണ്ടി കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ. നെക്സ്റ്റ് ജാമ്പിയാണോ നിങ്ങൾ? അതിന്റെ ഒരു പോസ്റ്റ് ആൻഡ് ക്രെഡിറ്റ്സ് കണ്ടു കാണുമല്ലോ ജാമ്പിയുടേത്. ഇത് കണ്ടപ്പോൾ കണ്ടിരുന്നോ? അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മൂവിയും കൂടെ. അപ്പോൾ ടോട്ടൽ 5 ആവും. അപ്പൊ ഈ ഞാനിലേക്ക് തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാനൊക്കെ ചോദിച്ചത്, ഞാനെ വെച്ച് ചലഞ്ചിങ് അല്ലേ ആയിരുന്നോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ട് ഇതിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിൻ്റെ അത് വേറെ ചിന്തിക്കാറില്ല. ഇപ്പൊ മൂവി കാണുമ്പോ പല സ്ഥലത്തും ശ്രീനി സാറിന്റെ ഒരു മാനറിസംസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ധ്യാൻ ചേട്ടന്റെ പല ഷോട്ട്സിലും. അത് അറിഞ്ഞുകൊണ്ടിട്ടതാണോ അതോ ഔട്ട് കണ്ടപ്പോ ചേട്ടന് ഫീൽ ചെയ്തായിരുന്നോ? എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു തൊട്ടപ്പുറത്ത് ഐശ്വര്യ നീ താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടൊക്കെ രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് ടൊവിനേക്കാളും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? എന്താ നിനക്കറിയണ്ട അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപ് എന്നോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും അച്ഛന്റെ ചായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപിനോട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ ആയിരുന്നു അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി, ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പോ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എന്താ സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്
അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയില്ല. അങ്ങനെ പേടിച്ചിട്ട് എൻ്റെ അമ്മ വെച്ചിട്ട് ഈടായിട്ട് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എൻ്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ വെച്ചിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കില്ല. ആയിട്ട് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ആരെ അക്ട് ചെയ്യാതെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കാൻ നേരം എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്? അതേപോലെ സോഫി മാമിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? ആക്ച്വലി ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നു. ഞാൻ മാമിൻ്റെ ഒരു മെയിൽ അയച്ചു, നമ്മുടെ ഫ്രണ്ട് ഒരു ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്തു. ഒരു 10 minutes എനിക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു. ഞാൻ 2022-ലാണ് തോന്നുന്നത് സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി പറഞ്ഞാൽ മാമിന് ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. 1 വർഷം എടുത്ത് നമുക്ക് ഇൻഡസ്ട്രി ഡിഫൈൻ ചെയ്യാനും കാര്യങ്ങളുമില്ല. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത്. സോ അതൊരു സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അതിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് പ്രോസസ്സായിരുന്നു. സത്യം സ്ട്രഗിളില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല. അപ്പം അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തത്? അതിൽ ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തിരുന്നു. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഓൺ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ സെറ്റിൽ അങ്ങനത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനൊന്നും വരാറില്ലായിരുന്നു. ഇല്ല, ഞാൻ ചേട്ടൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിന് 2 ആഴ്ചക്ക് മുന്നേ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സജഷൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടെൻസ്ഡായി, അല്ലെങ്കിൽ ആ ഒരു 2 വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തിയത്? അല്ല, ആക്ച്വലി സജഷൻ നല്ലതായിരുന്നു. അപ്പോൾ അത് ഇൻകോർപ്പറേറ്റ് എങ്ങനെ ചെയ്യണം എന്ന ആലോചനയിൽ ചെറിയൊരു ടെൻഷനായിരുന്നു. പക്ഷേ അത് 2-3 ദിവസത്തിന് നമ്മൾ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. അങ്ങനെ അത്ര വലിയൊരു പ്രോസസ്സൊന്നും അല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു പ്ലോട്ട് പോയിന്റ് ആയിരുന്നു. വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ധ്യാൻ എന്ന് പറഞ്ഞൊരു നടൻ 1 വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്ര നമുക്കറിയാം. ഇംഗ്ലീഷ് സ്റ്റാറിന് പറഞ്ഞൊരു പേര് വിളിക്കുന്നുണ്ട്. അത് ഇവർക്ക് അത്രത്തോളം പണം വരാത്തോണ്ടല്ല, ഇവർ 2 ആൾ അഭിനയിക്കാൻ റെഡിയാണ്. വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അത് എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. ഇവരുടെ അത്രയും വരുന്നില്ല. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നടൻ 1 വർഷം ഒരു 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടോ? ഈ കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില്ലേ. ഞാൻ നടികരിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീപാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പോൾ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം പിന്നെ 3 സിനിമ 4 സിനിമയുള്ളൂ ഞാൻ ഫുൾ ലെങ്ത്തുള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചെറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം എൻ്റെ തലയിൽ ഇടരുത് കേട്ടോ. ഞാൻ ചേട്ടനോടാണ് ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇത്ര ചെയ്യുമ്പോൾ ഞാൻ ചേട്ടന് കൂടുതൽ എഫേർട്ട് ഉണ്ടാവും. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇവർ സിനിമകൾ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം. അപ്പോൾ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഈ ഇത്ര സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു എങ്ങനെയായിരുന്നു? ധ്യാനത്തല്ല ചോദിക്കുന്നത്. അല്ല, നിങ്ങളുടെ അടുത്തായിരുന്നു ചോദിക്കുന്നത്. ധ്യാൻ്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ ഒരു കാര്യം ഒരിക്കലുമില്ല. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഓരോ ആക്ടേഴ്സ്, ഞാൻ ആസ് എൻ ആക്ടർ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രം ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾ സാമ്യം ആവരുമെന്നുള്ള ഇതൊക്കെ ഉണ്ടാവില്ല. ഞാൻ ശ്രമിക്കാറുണ്ട്. 1 വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. ധ്യാനടുത്തല്ല ചോദിക്കേണ്ടത്. ഇവിടെ നാളെ ഈ ഒരു സിനിമ ചെയ്താണ് വിളിക്കണം, ഞാൻ വരുവാണ്, അതിന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ബന്ധത്തിന്റെ ഓർമ്മല്ലേ. ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ തിരിച്ചു പോകും. ആ, അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അതിലൊരു ബന്ധം. നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ.
നാളെ റോൺ ചേട്ടൻ കണ്ടോസ് കോഡ് 2 വിളിച്ചാൽ ഞാൻ പോകും. അതിന് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടുണ്ട്. ഒരു പടം റെഡിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. അതെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛന് എന്റെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? സ്ക്രിപ്റ്റ് എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ സ്ക്രിപ്റ്റിലെ പുള്ളി എഴുതരാന്നല്ലേ പറഞ്ഞത്. തയ്യാറാണെന്ന് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ ശോഭിച്ചിട്ട് പാനലിൽ ചെയ്യാൻ വന്നത്. ഓക്കെ ഓക്കെയാണ് ഓക്കെ. അല്ല സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടേ? സിനിമ ചെയ്യണം അതിന്. നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ്ലൈഫ് വരുമ്പോ അതില് ഞാന് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ മലയാളത്തിൽ ഇത്ര ധൈര്യമുള്ള ഒരു നടൻ സത്യം അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു 1/2 ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതായത് ഞാൻ അതിനകത്ത് ഒരു 1/2 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അതല്ല, ഒരു കാര്യം ചെയ്യണം. എയർക്രാഫ്റ്റിൽ തലക്കെന്ന പ്രശ്നം പറ്റിയില്ല. അതാണ് എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവര് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി പറഞ്ഞു. അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാണ്. സോഷ്യലി കമ്മിറ്റഡ് അവരെല്ലാം പറയുന്നത് പറ. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. റോണി ചേട്ടൻ്റെ പാട്ട് നോക്കുമ്പോൾ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട്, ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടന് അതിനുള്ളൊരു പ്രിപ്പറേഷൻസ് ഇവർ തന്ന ഒരു പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് ഒരു സത്യം. അപ്പൊ എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് എത്തിയില്ലേ. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില സജഷൻസ് പറയും, ടിപ്പ് റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെളിവ് പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞ പടങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ദ്രദീപിന്റെ അടുത്ത് പടം തുറന്നതിന് തലവശം ഞാൻ പറഞ്ഞു, മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി ഗോൾഡൻ ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയപ്പെട്ട ആളുടെ ഒരു മാൻഡ്രസും നമ്മൾ ചെയ്തു. പക്ഷെ അത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓൺ ദി ബോർഡായി പോണ സമയത്ത് വളരെ എൻ്റെ രാജ്യത്തിനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചോളം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലല്ലോ. നമ്മുടെ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവർ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല കൊള്ളരുത് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, പറഞ്ഞിട്ടില്ല, എന്നാലും അറിയാം. അല്ല, ഞാൻ 3ാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. അതിന് ജഗന്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിലിപ്പോൾ CA ആയി. അപ്പോൾ അപ്പിരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇതുപോലെ SI ആയി, അപ്പോൾ CA ആയി. അതിൻ്റെ ഇരുത്തം ഒന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. സീസണൊക്കെ കഴിഞ്ഞ് ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മളെ അത് എവിടെയാ ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ ഒരു സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്ന സിനിമയിൽ.
അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരങ്ങൾക്ക് കുറേ പേര് അതായത് ഓടി ഉത്തരങ്ങളല്ലേ അതിനെ എടുത്തിരിക്കുമ്പോൾ പറയുന്നത് എന്താ സ്വാധീനിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടോന്നോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള പത്ര ആൾക്കാരെടുത്തു സ്വാധീനിച്ചിട്ടുണ്ടോ? തന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി 7:30 മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടി ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ നമ്മളിപ്പം ഞാനും അജുവും അല്ലെങ്കിൽ നിസിൻ ചേട്ടൻ അല്ലെങ്കിൽ നിം ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരാം. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൺ കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടോ. അതെന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മൾ ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോൾ നിവിൻചേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, അങ്ങനെ എത്ര മണിക്കാണ് അവരുടെ ഷൂട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ ഒരാളുണ്ടാവുമ്പോൾ കറക്റ്റ് അനുസരണം അവിടെ വരും. അപ്പോൾ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. എന്തിനാണ് നമ്മൾ ഒരുമിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ. അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞാൻ ചോദിച്ചോ? സ്ക്രിപ്റ്റിന്റെ ബലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചി ഇത് കേട്ടു. അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി അതുപോലത്തെ ഒരു ബാനറിന് ഇത്രയും സക്സസ് റേറ്റുള്ള ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ. നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളിപ്പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളിപ്പോവാം അല്ലേ. പടം ഷൂട്ടിനിടയിൽ പാളിപ്പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം. ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ പാളിപ്പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇത് സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചുണ്ടായിരുന്ന സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ്, നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിറ്റിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷനാണ് പ്രിൻസ് പോലത്തെ സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടൻ്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടൻ്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ അത് ഹിറ്റാണ്. ഇപ്പൊ ഈ സിനിമ ഇപ്പം ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള, ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മളത് എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വീണു പോകും. അതാ പറഞ്ഞത്. അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലെ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു. ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന
വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ എന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഇഷ്ടമാവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ലേ. ദിലീപേട്ടനും ഏട്ടനും കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. ഏഴ് സിനിമകളോളം റിലീസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. അടുത്ത ആഴ്ച വരുന്നത് 6 സിനിമ. അത് ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കുക എന്നുള്ളത്. അതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ മുടക്കിയ സിനിമകളൊക്കെ ഓഡിയൻസ് കേടുന്നില്ല, ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ലേ? ഇപ്പൊ എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ല അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ, മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പോൾ ഈ സമ്മറിലെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകളുണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷത്തേക്ക് അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം, കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് എല്ലാം ഇതിനോടൊപ്പം അല്ലേ. ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്ന് പോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്തൊന്നും ചെയ്യാനുള്ള ഇതില്ല. അതായത് ബാനറിന് ഇത് ചെയ്യാന്നുള്ള മാത്രമേ. കഴിഞ്ഞ ദിവസം വിജയബാബു ഒരു പോസ്റ്റ്, എന്റെ സിനിമ ലാഭത്തിലാണ്, നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇല്ലാതാവും. അവിടെ നിങ്ങൾ ഒരു പ്രൊഡ്യൂസറെ വിളിച്ചുകൊണ്ട് വരുന്നത് ആ സമയത്ത് ഇങ്ങനെ കണക്ക് പുറത്തുകൊണ്ട് നഷ്ടക്കണക്കുകൾ ലാഭത്തിലാണ്. ജനുവരി 8 സിനിമയുടെ ലാഭം ഇട്ടടിച്ച സിനിമകളുണ്ടാവും ലോകമെമ്പാടും അറിയിച്ചു മലയാള സിനിമ. അതിനിടയിലാണ് ഇങ്ങനെ കണക്കുകൾ പുറത്ത്. അത് മേടത്തെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണ് അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നു ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിൽ അവർ നിർത്തി. അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇതിപ്പം നമ്മളായാലും നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനൊരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി
നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പം നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൽ നമുക്ക് കുറഞ്ഞു. അപ്പോൾ എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. അല്ല മേഡത്ത് ഈ സിനിമയുടെ തന്നെ ഈ കണക്ക് അടുത്ത മാസം കണക്ക് പുറത്തു വിടണം. ബിസിനസ് നടന്നിട്ടുണ്ടാവും. ബിസിനസ് OTT ബിസിനസ് നടക്കാം, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടി ഒരു കണക്ക് വിട്ടുകയാണെങ്കിൽ അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചേർക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പം നമ്മളൊരു പേഴ്സണലി വന്നാൽ നമുക്ക് അങ്ങനെ പബ്ലിക് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയാണ്. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അസോസിയേഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആഗ്രഹം ഉണ്ടാക്കണോ? എന്താ എല്ലാ കണക്കും ഒരുമിച്ച് വിടണം. അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്താ അറിയുന്നത്. അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? അത് എന്താ എന്ത് പാട്ടാണ്? മൈക്കിൾ ജാക്സൺ അല്ലല്ല സിനിമയിൽ സിബി ഇതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഇതാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ഫസ്റ്റും ഓക്കെ അത് ചെയ്ത ട്രാക്കാണ്. അല്ലാതെ ഇതൊക്കെ എന്തിനാണ് അവര് പറഞ്ഞു ഞാൻ വെച്ചു. അത് വെച്ച് കഴിയുമ്പോ ലാലേട്ടനായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുകൊണ്ടോ ഞാൻ എവിടെയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻവറഷീദായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അത് ലാലേട്ടൻ ആരെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മാസമായിരിക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. ഇവിടെ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ ആ പടം OTT വെക്കണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ഒന്നാണ്. ആ പടം അല്ല ഐ മീൻ കുറെ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിലോ ഒരു പടവും ഇതുവരെ നമുക്കൊന്നും അല്ല നിന്റെന്ന് പറയണം. സുഹൃത്തെ ഞങ്ങളൊക്കെ ഉള്ളത് നിന്റെന്ന് പറയണത്. സുഹൃത്തെ ഞാൻ 90% പറഞ്ഞോളൂ. നിന്റെന്ന് പറയാം. ആയിക്കോട്ടെ, ബാക്കിയുള്ളവരെന്ന് പറയണ്ടേ? എന്റേന്ന് പറഞ്ഞു. ഞാൻ കാണാറുണ്ട്. ഞാൻ അശ്വിൻ ഗോക്കിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്കാവാറുണ്ട്. ചിലതൊക്കെ, എല്ലാമല്ല. അപ്പൊ ഒരു സിനിമ ഇറങ്ങിയാലാണ് അതിന്റെ കറക്റ്റ് റെസ്പോണ്ട് അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട്. അതായിരിക്കും ഒരു സിനിമ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത്
നീ ഇപ്പൊ ഇതിനോട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റൂല. നീ എന്താ നിന്റെ വിശ്വസികൾ അത്യട്ടി ഞാൻ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ പറ, അത്രയേ ഉള്ളൂ റിവ്യൂന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാം. എന്തിനാ എല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തതെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT കേസ് നീ ചോദിച്ചതില് OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുന്നത് ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് തീരണം, മനസ്സിലായില്ല? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വിൻ്റെ അടുത്ത് അവരുടെ തന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വിൻ തന്നെ പറഞ്ഞു, ആരോ ഇത് റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ നമുക്കെല്ലാം പാളിച്ചുകൾ മനസ്സിലാവും. നമ്മൾ 2-3 ദിവസം എടുത്തിട്ടില്ലേ പല സിനിമകളും കാണുന്നത്. അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട. ഒറ്റ കാര്യം കൂടി, വില്ലനെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞിട്ട്, വില്ലൻ കഥാപാത്രം ചെയ്ത ആളിനെ പറ്റി പറഞ്ഞിട്ട് അത് അതിനെ കുറിച്ച് പറയണോ? പറയണ്ട. എന്താ അവന്റെ നമ്പർ? അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ, എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചു തന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിങ് ഗംഭീരമായിരുന്നു. അവസാന വാക്ക് റോണി, ഡോക്ടർ റോണി. ഒറിജിനൽ കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ചെയ്യാൻ അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാനും ശരിക്കും OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലി മനോഹര ടെക്നിക്കലൊക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.